ഏവർക്കും സ്നേഹവന്ദനം. വളരെ സങ്കടകരമായ ഒരു ബഡ്ജറ്റ് അവതരണത്തിലൂടെയാണല്ലോ നമ്മുടെ കേന്ദ്രവും കേരളവും ഈ അടുത്ത സമയത്ത് കടന്നു പോയിരിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ വേദനയും തീയും കോരി ചൊരിഞ്ഞുകൊണ്ടാണ് ഈ രണ്ട് ബഡ്ജറ്റ് അവതരണങ്ങൾ നടന്നിരിക്കുന്നത്. കേരളം കേന്ദ്രത്തെയും കേന്ദ്രം കേരളത്തെയും പഴിചാരിക്കൊണ്ടുള്ള ഈ ബഡ്ജറ്റ് അവതരണം സാധാരണപ്പെട്ട ആളുകളോടുള്ള വെല്ലുവിളിയാണ് എന്നതിന് യാതൊരു സംശയമില്ല. ഇരു കൂട്ടരും ഗെയിം കളിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത സമയത്ത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു സംഭവം കൂടെ ബഡ്ജറ്റിലൂടെ കേൾക്കാനിടയായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടഞ്ഞു കിടക്കുന്ന വീടുകൾക്ക് വലിയൊരു തുക ഈടാക്കുന്നതായിരിക്കും, നികുതി ചുമത്തുന്നതായിരിക്കും. എന്തിനാണ് ആ നികുതി എന്നുള്ളത് എത്ര ചിന്തിച്ചിട്ടും ലോജിക്കായിട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു വീട് പണിതിരിക്കുന്നത് എനിക്ക് പാർക്കാനോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പാർക്കാനോ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ പാർക്കുന്ന ആ ഭവനം ഞാൻ പാർത്താലും ഇല്ല എങ്കിലും അതിന് കൊടുക്കേണ്ടുന്ന നികുതി, അതിനുപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ്, അവിടെ ഉപയോഗിക്കുന്ന ടെലിഫോൺ ചാർജ്, ഇവയെല്ലാം കൃത്യമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ടോ? വെള്ളക്കാരൻ കൊടുക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും വേറെ തരത്തിൽ ആ കെട്ടിടം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ സർക്കാർ നോക്കേണ്ടതുള്ളൂ. ഇതിനകത്ത് ഒരു ഗൂഢമായ ലക്ഷ്യമുണ്ടെന്ന് ചിലരൊക്കെ വളരെ വേദനയോടുകൂടെ വിളിച്ചു പറയാനിടയായി. ഇന്ന് രാവിലെയുമായി പല കോളുകളും എനിക്ക് പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായി. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ ജോലി സംബന്ധമായി പോയ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വിളിച്ച് അവരുടെ വേദനയും ആശങ്കയും പങ്കുമൊക്കെ ഉണ്ടായി. അവരുടെ വേദനയും ആശങ്കയും കേട്ടപ്പോൾ അവരെ ആശ്വസിപ്പിക്കാനുള്ള വാക്കുകളൊന്നും എനിക്കില്ലായിരുന്നു. കാരണം ഇതൊക്കെ എന്തിന്റെയോ ഒന്നിന്റെ നാന്ദിയാണെന്നുള്ളത് നമുക്കറിയാം. ഇത് വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളതിന്റെ ഒരു ആരംഭം തന്നെയാണ്. അതിന്റെ കാരണം മധ്യ തിരുവിതാംകൂറിൽ നിന്ന് കോട്ടയം, വ്യക്തമായി പറഞ്ഞാൽ കോട്ടയം ജില്ല, അതേപോലെ എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങള്, അതേപോലെ ആലപ്പുഴ ജില്ല, പത്തനംതിട്ട ജില്ല, ഈ ജില്ലകളിൽ ഭൂരിപക്ഷം ഏത് സമുദായമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അപ്പൊ അവരാണ് ജോലി സംബന്ധമായിട്ട് വിദേശങ്ങളിലേക്ക് പോയിരിക്കുന്നത്. വിദേശത്ത് മാത്രമല്ല, സ്വദേശത്ത്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പൊ അവരുടെ മാതാപിതാക്കൾ മാത്രമുള്ള സാഹചര്യങ്ങളിൽ മാതാപിതാക്കളെയും കൂടെ തങ്ങളോടൊപ്പം കൊണ്ടുപോയി എന്നുള്ളത് കൊണ്ട് ആ ഭവനത്തിൽ കുറച്ചു കാലത്തേക്ക് ആരും താമസമില്ല എന്നുള്ള ഒരു സംഭവം ഉണ്ട് തന്നെ. എന്നാൽ സംഭവിക്കുന്ന എന്താണ്? അവിടെ നിന്ന് ഇടയ്ക്ക് ഇവിടേക്ക് വരുമ്പോൾ നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത്, സർക്കാർ വളരെ ഗൂഢതന്ത്രമായി തന്നെ, ഗൂഢപരമായി തന്നെ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നീക്കം? അതിന്റെ ആരംഭമാണ് ഇപ്പോൾ നികുതി വർധന ഉണ്ടാക്കുന്നത്. നാളെ സംഭവിക്കാൻ പോകുന്നത്, ഈ അടഞ്ഞു കിടക്കുന്ന 6 മാസത്തിൽ കൂടുതൽ അടഞ്ഞു കിടക്കുന്ന ഭവനങ്ങളെല്ലാം സർക്കാരിൻ്റെതാകും എന്ന് സർക്കാർ ഒരു നിയമം പ്രഖ്യാപിച്ചാൽ, അങ്ങനെ ഭൂരിപക്ഷമുള്ള സർക്കാരിന് ഒരു നിയമം നിയമസഭയിൽ കൂടെ പാസ്സാക്കി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ആരാണ് അതിനെ വെല്ലുവിളിക്കാൻ നിൽക്കുക? ആർക്കാണ് അതിനെ മാറ്റാൻ കഴിയുക? കാരണം ഈ അടഞ്ഞു കിടക്കുന്ന വീടിന്റെ ഉടമസ്ഥരാരും തന്നെ ഈ ദേശത്തില്ല എന്ന് വിചാരിക്കുക. പിന്നെ ആരാണ് അവർക്ക് വേണ്ടി ശബ്ദിക്കുക? അപ്പൊ അതിനകത്തൊരു ഗൂഢലക്ഷ്യമുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ സർക്കാർ ആ വീടുകളെല്ലാം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ലേലം വിളിക്കുകയോ അല്ലെങ്കിൽ സർക്കാരിന്റെ അധീനതയിലാക്കുകയോ ചെയ്തിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വില കുറച്ച നിരക്കിൽ അത് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനമുണ്ടാക്കിയാൽ, അല്ലെങ്കിൽ സർക്കാരുമായി ഒട്ടി നിൽക്കുന്ന, സർക്കാരിനെ പ്രീണിപ്പിക്കുന്ന, പ്രത്യേകിച്ച് വളരെ കൂടുതൽ ജനപ്പെരുപ്പമൊക്കെ ഉള്ള ജില്ലകളിൽ നിന്നുള്ള ചില ആളുകൾക്ക് ജനപ്പെരുപ്പം കുറഞ്ഞായിട്ടുള്ള ജില്ലകളിലേക്ക് കുടിയേറി പാർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത് ഒരു ചെറിയ തോതിൽ അല്ലെങ്കിൽ അത് അവർക്ക് ഇളവ് കൊടുത്തുകൊണ്ട് ആ ഭവനങ്ങളൊക്കെ കൈയടക്കാനുള്ള അവകാശം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആരാണ് സർക്കാരിനെ ചോദ്യം ചെയ്യുക? കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ സർക്കാർ ചെയ്യുന്നത് അനീതി മാത്രമല്ല, അക്രമം കൂടിയാണ്. ഭയങ്കര ക്രൂരമായ, മനുഷ്യനെ വെല്ലുവിളിക്കുന്ന, മനുഷ്യന്റെ സമാധാനത്തെ കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം തരേണ്ടുന്ന സർക്കാർ മനുഷ്യർക്ക് മനസ്സിന്റെ സമതല തെറ്റാതെ ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കേണ്ടുന്ന സർക്കാർ നമ്മൾ കൊടുക്കുന്ന നികുതിയും നമ്മൾ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് നമ്മളുടെ മേൽ വടിവാൾ ഓങ്ങുന്ന, നമുക്ക് നേരെ കടാര ചൂണ്ടുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിലൂടെ ഉണ്ടായിരിക്കുന്നതിന് യാതൊരു സംശയമില്ല. അതിനെ നിങ്ങൾ എത്ര ന്യായീകരിക്കാൻ നോക്കിയാലും ആ ന്യായീകരണം ഒന്നും തന്നെ ഇവിടെ വില പോകുകയില്ല എന്നുള്ളത് ഇവിടുത്തെ സർക്കാർ അറിഞ്ഞിരിക്കണം. നിങ്ങളോടുള്ള സ്നേഹവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ
ചില കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ പണമില്ല, കേന്ദ്രം 1.7% മാത്രമേ അനുവദിച്ചുള്ളൂ എന്ന്. ഇതിന് തൊട്ട് മുമ്പ് ലക്ഷോപലക്ഷം രൂപ മുടക്കി, കോടിക്കണക്കിന് രൂപ മുടക്കി ഡോക്ടർ സമ്പത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ കേരളത്തിന്റെ സമ്പത്തായിക്കൊണ്ട് ഡൽഹിയിൽ കൊണ്ടിരുത്തിയില്ലേ? അദ്ദേഹത്തിന് എന്തെല്ലാം പദവികൾ കൊടുത്തു. എന്തിനാ കൊണ്ടിരുത്തിയത്? കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കേരളത്തിലേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? ഇപ്പോൾ നിങ്ങള് പ്രൊഫസർ KV തോമസിനെ ഇവിടുന്ന് പല്ലക്കിൽ എഴുന്നള്ളിച്ചുകൊണ്ട് ഡൽഹിയിൽ കൊണ്ടിരുത്തിയിട്ടില്ലേ? എന്താണ് അദ്ദേഹത്തെ കൊണ്ടിരുത്തിയതിന്റെ ലക്ഷ്യം? എന്താണ് നിങ്ങളും പറഞ്ഞത്? അദ്ദേഹവും ആ തുകയെല്ലാം കൈപ്പറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടുവാടകയെ കുറിച്ചൊക്കെ കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞത് കേന്ദ്രവുമായിട്ട് അദ്ദേഹത്തിനുള്ള താല്പര്യവും അദ്ദേഹത്തിന്റെ നല്ല സമീപനവും സ്നേഹബന്ധങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന്. എന്തുകൊണ്ട് ഈ 2 പേരെ നിങ്ങൾ നിയോഗിച്ചിട്ടും ഒരു ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കൊടുത്തതിന്റെ പകുതി പോലും നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിങ്ങൾ ഉത്തരം പറയണം. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എന്തുകൊണ്ട്? കാരണം കേരളത്തിലെ പോലെ തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളും. മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം പോലെ കേരളത്തിനും സർക്കാരിൽ നിന്ന്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് അവകാശപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി വാദിക്കുന്നില്ല, അതിനുവേണ്ടി പ്രയത്നിക്കുന്നില്ല? എന്നിട്ട് നിങ്ങളൊരു പുതിയ ബഡ്ജറ്റ് ഉണ്ടാക്കി. ഈ ബഡ്ജറ്റിൽ എന്താണ് നമുക്ക് സമാധാനിക്കാനായിട്ടുള്ളത്? എന്നാൽ നമുക്ക് വേദനിക്കാനായിട്ട് 100 കൂട്ടം കാര്യങ്ങളില്ല. നിങ്ങൾ അവതരിപ്പിച്ച ഓരോ പോയിന്റിനകത്തും ആശങ്കയും ആകുലതയുമല്ലേ നിങ്ങൾ വിതച്ചിരിക്കുന്നത്? ഇത് ശരിയാണോ? ഈ വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ നമ്മുടെ കേരളത്തിന്റെ ഗതി എന്തായിരിക്കും? എങ്ങനെ സാധാരണക്കാരായ ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ കഴിയും? ഒരു വശത്ത് മദ്യമാഫിയ, വേറൊരു വശത്ത് കഞ്ചാവിന്റെയും MDMA ഒക്കെ മാഫിയ, അതും പ്രധാനികളായിട്ടുള്ള ആളുകൾ തന്നെ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് കേസുകൾ. വേറൊരു ഭാഗത്ത് പോലീസിൽ ക്രിമിനലുകൾ 868 ക്രിമിനലുകൾ കേരള പോലീസിൽ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും എത്ര പേരെ പിരിച്ചുവിട്ടിരിക്കുന്നത്? ഗുണ്ട ആക്ട് പ്രകാരമൊക്കെ ഇന്നലെ 2000 ചില്ലുവാനും ആളുകളെ പിടിച്ചു എന്ന് പറഞ്ഞു. എത്ര ആയിരക്കണക്കിന് ഇനിയും കിടക്കുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഇത് ഒരു ഭരണത്തിന്റെ തുടർച്ച തന്നെയല്ലേ? 5 വർഷം കൊണ്ട് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ശരിയാക്കുകയല്ലാതെ, നിങ്ങൾ ശരിയായി, നിങ്ങൾക്ക് വേണ്ടുന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. 42 ലക്ഷം രൂപയുടെ തൊഴുത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തു. തൊഴുത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ എല്ലാവരുടെയും ഒരു അറിവിലേക്ക് പറയാം. ലോകത്തിൽ ആദ്യമായിട്ട് ഒരു പോർട്ടബിൾ തൊഴുത്ത് രൂപീകരിച്ച ആളാണ് ഞാൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് താമസിക്കുമ്പോൾ വരുമാനമില്ല എന്ന് പറഞ്ഞപ്പോൾ, അവരെ ചൊല്ലിയുള്ള ആകുലതകൾ ഉണ്ടായപ്പോൾ, ക്ഷീരവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ നല്ലതായിരിക്കുമെന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോർട്ടബിൾ തൊഴുത്ത്, 2 പശുക്കളെ കെട്ടാവുന്ന തരത്തിലുള്ള മനോഹരമായ തൊഴുത്തിന് 65,000 രൂപ മാത്രമേ ചെലവുള്ളൂ. 2 പശുക്കളെ കെട്ടാം. ആ 2 പശുക്കളെ കെട്ടുന്ന തൊഴുത്തില് കുറച്ചും കൂടെ ആധുനികവൽക്കരിച്ച്, ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ തൊഴുത്തിന് 42,40,000 ആയി. അതിന്റെ 10% തരികയായിരുന്നെങ്കിൽ 10 പശുക്കളെ കെട്ടാവുന്ന തരത്തിലുള്ള തൊഴുത്ത് ഞാൻ രൂപകൽപ്പന ചെയ്ത് തരാമായിരുന്നു. മാത്രവുമല്ല, ആ തൊഴുത്തിൽ പാർക്കുന്ന പശുക്കൾക്ക് വളരെ ഭംഗിയായിട്ട് വളരെ പാട്ടുകളും കേട്ട് സന്തോഷത്തോടുകൂടെ കൂടുതൽ ക്ഷീരോത്പാദനം നടത്താൻ കഴിയുന്ന തരത്തില് ഉണ്ടാക്കി തരാമായിരുന്നു. ഇങ്ങനെയുള്ള ധൂർത്തുകൾ നടത്തുമ്പോൾ ഓർക്കണം, ഇവിടെ ചിന്താശക്തിയുള്ള ജനങ്ങളുണ്ടെന്നുള്ളത്. അത് നിങ്ങൾ മറക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് ഏതെങ്കിലും ജിമ്മിക്കൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജനങ്ങൾ അങ്ങ് പേടിച്ചുകൊള്ളും, അവര് സംസാരിക്കയില്ല. ഞാൻ ചില കണക്കുകൾ ചോദിക്കട്ടെ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ നിങ്ങളൊരു പ്രത്യേക സ്ഥാനമൊക്കെ കൊടുത്തിരുത്തി. അദ്ദേഹത്തിന് വലിയ പദവി കൊടുത്തു, അദ്ദേഹത്തിന് കുറെ പണിക്കാരെയും കൊടുത്തു. എന്ത് ഗുണം നമ്മുടെ സംസ്ഥാനത്തിനുണ്ടായി? നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങളിവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്, അതിനകത്ത് ഒരാളാണല്ലോ ഇപ്പോഴത്തെ വാഴക്കൊലയ്ക്ക് ഫേമസ് ആയി തീർന്നിരിക്കുന്ന നമ്മുടെ ഒരു യുവ നേതാവ്. എന്ത് ഗുണമാണ് ഇവിടുത്തെ യുവജനങ്ങൾക്ക് അവരെ കൊണ്ട് ഉണ്ടാകുന്നത്? നിങ്ങൾ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആരെ കൊണ്ടാണ് ഈ കേരളത്തിലെ ജനതയ്ക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് പറയാമോ? ഒരു 10 പേരുടെ പേര് പറയാമോ? എന്നാൽ 1000 പേരുടെ പേരുകൾ
അങ്ങോട്ട് തിരിച്ചു പറയാം, ഒരു ഉപകാരവുമില്ലാത്ത, ഞങ്ങളുടെ പണം തിന്നുകൊടുക്കുന്ന, ഞങ്ങളെ കടിച്ച് ഊറ്റി, ഞങ്ങളുടെ ചോരയും നീരും ഊറ്റി കുടിക്കുന്ന 1000-ൽ ചില്ലാൻ ആളുകളെ ഞങ്ങൾ പറഞ്ഞുതരാം. ഇത്രയും ക്രിമിനലുകളെ വാർത്തെടുക്കാനും മയക്കുമരുന്നും മദ്യവും ഇവിടെ കണ്ടമാനം ഉൽപ്പാദിപ്പിക്കാനും ജനങ്ങളെ അരിഷ്ടതാവസ്ഥയിലേക്ക് കൊണ്ടു ചെല്ലാനും കഴിയുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങളോട് വളരെ സങ്കടം തോന്നും. പ്രതിപക്ഷ നേതാവിനും ഒന്നും മിണ്ടാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കാർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹവും കാർ പുതിയത് കിട്ടിയപ്പോൾ സന്തുഷ്ടനാണെന്ന് കേൾക്കുന്നു, അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഈ രീതിയിലുള്ള ഭരണവും അതൊന്നും തന്നെ നമുക്ക് ശരിയാകാൻ. നമുക്ക് വേണ്ടുന്നത് ഡൽഹിയിലെയും പഞ്ചാബിലെയും പോലെയുള്ള സർക്കാരുകൾ, അങ്ങനത്തെ സർക്കാർ നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ ജനങ്ങളോടൊപ്പം ജനത്തിനു വേണ്ടി ജീവിക്കുന്ന പ്രവർത്തിക്കുന്ന മന്ത്രിമാരുണ്ടെങ്കിൽ ആ നാടാണ് വികസിക്കുക, പുരോഗതി കൈക്കൊള്ളുക. അവർക്ക് സ്വസ്ഥതയും സമാധാനം അനുഭവിക്കാൻ കഴിയും. 40 പരം പോലീസുകാരുമായിട്ട് യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷെങ്കിൽ നമ്മുടെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. മാത്രമല്ല ദുബായിലും അമേരിക്കയിലും കറങ്ങി നടക്കുന്ന മന്ത്രിമാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കണ്ടുമുട്ടുന്ന ആളുകളെ പോലെ തന്നെയാണ് കേരളത്തിലുള്ള എല്ലാവരും എന്നൊരു തെറ്റായ ധാരണ. ഒരു കാര്യം ഓർക്കണം, ജനാബ് MA യൂസുഫ് അലി സാറിനെ പോലുള്ള ആളുകളല്ലല്ലോ കേരളത്തിലുള്ളത്. പക്ഷേ അവരുടെയൊക്കെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് വിദേശത്തും സ്വദേശത്തും പറന്നു നടക്കുന്ന ആളുകൾക്ക് ഇവിടുത്തെ സാധാരണക്കാരന്റെ പട്ടിണി പാവങ്ങളുടെ വേദന അറിയാൻ കഴിയുന്നില്ല എന്നുള്ള ആ സങ്കടം കൂടെ നിങ്ങളുടെ മുമ്പാകെ ഉണർത്തിക്കുകയാണ്. അതുകൊണ്ട് ഏമാന്മാര് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. ഞങ്ങളെയൊക്കെ ഒന്ന് കാണണം, ഞങ്ങളുടെ അടുക്കലേക്കൊക്കെ ഒന്ന് വരണം, ഞങ്ങളുടെ സങ്കടം കൂടെ ഒന്ന് കേൾക്കണം. ഇവിടുത്തെ സാധാരണ മനുഷ്യന്റെ വേദന എന്താണെന്ന് നിങ്ങൾ അറിയുകയും ആ വേദന പരിഹരിക്കാനുള്ള എല്ലാ സത്വര നടപടികളും സ്വീകരിക്കണമെന്ന് താഴ്മയോടെ നിങ്ങളുടെ കാലും കൈയും തലയും മൂക്കും എല്ലാം കൂടെ പിടിച്ചുകൊണ്ട് കെഞ്ചിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു.